ഞാൻ ആതിര. ഫ്രൈഡേ ഫെമിലി പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അൻവർ റഷീദ് ഡയറക്ട് ചെയ്ത ട്രാൻസ് എന്ന മൂവിയിലൂടെ ശ്രദ്ധേയനായ മ്യൂസിക് കമ്പോസർ ജാക്സൺ വിജയൻ ആണ്. ലെറ്റ്സ് വെൽക്കം ജാക്സൺ വിജയൻ. ചേട്ടാ, വെൽക്കം ടു ഫ്രൈഡേ ഫെയിം. ഹായ്. ഫഫയുടെ ശ്രദ്ധേയമായ ഒരു സൈക്കോ ത്രില്ലർ മൂവി ആയിരുന്നല്ലോ ട്രാൻസ് എന്ന മൂവി. ആ മൂവിയിലോട്ടുള്ള ചേട്ടന്റെ എൻട്രി അതെങ്ങനെയായിരുന്നു? ഇതിനു മുമ്പ് കുറേ വർക്ക്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ചേട്ടൻ റെക്സ്, അപ്പം പുള്ളിയുടെ പരിചയത്തിലും ഉണ്ട്. ഞാനും പണ്ടും പരിചയപ്പെട്ടിട്ടുണ്ട് ഇവരുടെ പല ടീമിലുള്ള പല ആൾക്കാരെയും. അപ്പം അങ്ങനെ ഇവരുടെ അവിയൽ അവരൊക്കെ ആയിട്ട് ഞാൻ പല വർക്ക്സിനും ഇൻവോൾവ് ആയിരുന്നു പണ്ടേ. പിന്നെ ഞാൻ അതല്ലാതൊരു ഈ പറഞ്ഞ ഷോർട്ട് ഫിലിംസും പിന്നെ ഒരു സ്റ്റേറ്റ് അവാർഡ് നോമിനേഷൻ ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അപ്പോൾ അതിനുമൊക്കെ ഞാൻ പണ്ടേ വർക്ക് ചെയ്യുന്നുണ്ട് കുറേ നാളായിട്ട്. അപ്പം എന്നെ ഇതേപോലെ ഇങ്ങനെ കുറേ നാൾക്ക് ശേഷം പെട്ടെന്നാണ് ചേട്ടൻ എന്തോ എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞപ്പോഴാണ് സൗബിൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ്, മറ്റേ ഞങ്ങൾ അമ്പൂക്കെന്ന് വിളിക്കുന്ന അൻവർ റഷീദ്, അപ്പോൾ പുള്ളി ഇങ്ങനെ വിളിക്കും, അപ്പം നീ സംസാരിച്ചേക്കാനൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം അങ്ങനെ സംസാരിച്ചപ്പോഴാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു തീമുണ്ട്, ഒരു ഫിലിമിൻ്റെ വർക്ക് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓക്കെ എന്നും പറഞ്ഞിട്ടാണ് അങ്ങോട്ട് നമ്മൾ പിന്നെ ഡിസ്കഷൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ഫാഫാനെയൊക്കെ മീറ്റ് ചെയ്ത് എല്ലാവരും കണ്ടു. അങ്ങനെ സംസാരിച്ച് നമ്മളിങ്ങനെ അതിൻ്റെ സ്റ്റോറി പറഞ്ഞ് പുള്ളി ഇങ്ങനെ പറഞ്ഞതിൽ ഒരു ചർച്ചിനെ ബേസ് ചെയ്തിട്ടൊരു കഥയാണെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, പുള്ളി അങ്ങനെ ഒരു സ്റ്റോറി തീം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം പണ്ടേ പരിചയമുണ്ട് ഇവരെയൊക്കെ. ഞാൻ പണ്ട് കാലം മുതലേ എനിക്ക് ചേട്ടൻ്റെയും ഇങ്ങനെ പല ഇവരുടെയും ഒക്കെ പല വർക്ക്സിനും ഒക്കെ ഞാൻ മീറ്റ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയായിരുന്നു ഫസ്റ്റ് ഇതിലേക്ക് വരുന്നത്. ട്രാൻസിന്റെ സംഗീത വിശേഷങ്ങൾ കൂടുതൽ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ ടോട്ടൽ 7 സോങ്സ് അല്ലേ ഉള്ളത്? അതിൽ അതെ 7 സോങ്സ് ഉണ്ട് മൊത്തത്തിൽ. അതിൽ 5 സോങ്സ് അല്ലാതെ ഇപ്പം പറഞ്ഞ നൂല് പോയ പട്ടങ്ങൾ, രാത് ആദ്യമേ റിലീസ് ചെയ്ത സോങ്, പിന്നെ വാതിൽ ചാരി എന്നുള്ള സോങ്, പിന്നെ ജാലമേ, അങ്ങനത്തെ കുറേ സോങ്സ് ഉണ്ട്. മത്തായിച്ചൻ എന്നാലും മത്തായിച്ച അങ്ങനെ ഒരു സോങ് ഉണ്ട്. സൗബിൻ പാടിയൊരു സോങ് ഉണ്ട്, റാപ്പ്. അതേപോലെ നൂല് പോയ പട്ടങ്ങൾ എന്ന സോങ് അതിൽ ആക്ച്വലി ഫസ്റ്റ് ചെയ്ത പാട്ടാണത്. നമ്മൾ അന്ന് ഫിലിമിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത സോങ് ആയിരുന്നു. അതിൽ പാടാനുണ്ടായിരുന്ന പ്രദീപ് സിംഗർ, തമിഴിലെയാണ്. പ്രദീപ്, മക്ബൂൽ, പിന്നെ വരുൺ എന്നൊരു സിംഗർ ഉണ്ടായിരുന്നു, ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടാണ് അതിൻ്റെ ഒരു വോക്കൽ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തെടുത്തത്. എൻ്റെ മ്യൂസിക്കും ഞാൻ തന്നെയാണ് ചെയ്തത്. പിന്നെ ഗിറ്റാർ പ്ലേ ചെയ്യാനായിട്ട് ചേട്ടനുണ്ടായിരുന്നു, റെക്സ്. ഒരുപാട് സിംഗേഴ്സ് ഇൻവോൾവ് ആയിരുന്നു. നമ്മൾ അവർ ഭയങ്കരമായിട്ട് സജഷനൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴും ഞാനൊക്കെ ഇങ്ങനെ നോക്കി പല സിംഗേഴ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്തു. അവർ അങ്ങനെ ശക്തി ശ്രീഗോപാലൻ, പിന്നെ ടോണി ജോൺ, അവിയലിലെ ടോണി ജോണും, പിന്നെ അതേപോലെ ജാലമേൽ ചേട്ടൻ റെക്സും ഞാനും, പിന്നെ ദിവ്യ എസ് മേനോൻ, അങ്ങനെ ഒരുപാട് സിംഗേഴ്സ് അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. തിരുവെളിച്ചത്തിൻ നാളമേ വാഴ്ത്തിടുക നിങ്ങൾ, നാദനാം അവൻ കരങ്ങളിൽ സാന്ത്വനം. രാത് സോങ് ഒരു ഹിന്ദി മ്യൂസിക് ഡയറക്ടർ ആൻഡ് സിംഗറാണ്. അവരും ഉണ്ടായിരുന്നു, സ്നേഹ കൻവോക്കർ, നേഹ നായർ, പിന്നെ ഞാനും അതിനകത്ത് സിംഗിങ്. അപ്പോൾ ഒരുപാട് ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതേപോലെ മ്യൂസിക് ചെയ്യുന്നു, ഓരോ സോങ് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ മ്യൂസിക് എല്ലാം ഇരുന്ന് ചെയ്തു, കമ്പോസിങ്ങും എല്ലാം കഴിഞ്ഞു. ലിറിക്സ് വിനായക് ശശികുമാർ. നമ്മളവിടെ ഞാൻ കുറച്ചാൾ എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു, ഇതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് എറണാകുളത്ത് തന്നെ നിന്ന് അവിടെ ആൾ വന്നിരുന്ന് എൻ്റെ കൂടെ ഇരുന്ന് ലിറിക്കൊക്കെ എഴുതി നമ്മൾ ഞാനിങ്ങനെ കമ്പോസ് ചെയ്ത ട്യൂണും ഒക്കെ പാടി അപ്പോഴേ റെക്കോർഡ് ചെയ്ത് അങ്ങനെ ചെയ്ത് വളരെ ഒരു ഇതായിരുന്നു. കുറേ നാൾ വളരെ തിരക്കിട്ടൊരു പരിപാടിയായിരുന്നു. പിന്നെ അങ്ങനെ ആ സമയത്തായിരുന്നു എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ഒരു വർക്ക്, റെക്സും നേഹ ആൻഡ് ജാക്സൺ അവരും ഒരു പറവ എന്ന് പറഞ്ഞിട്ട് സൗബിൻ്റെ സെയിം സമയത്ത്, അതിന് കുറച്ച് മുമ്പാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെയായിരുന്നു അവർ പറവയുടെയും ഇത് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പം അങ്ങനെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും അവിടെ തന്നെ ഉള്ളൊരു സമയമായിരുന്നു. ചേട്ടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രാൻസിലെ ഒരു പാട്ട് കേട്ടാലോ? നൂല് പോയ 100 പട്ടങ്ങൾ പാറിയോടും വാനമായി മാറി ഞാനിതാ തേങ്ങുന്നുണ്ടേ, കൈ താങ്ങില്ല പാരിൽ ഏകനായി, താനെ തീർത്ത കോമരക്കോലം കെട്ടിയാടി എന്നിൽ നിന്നു തേഞ്ഞു മാഞ്ഞു പോയി നാണം പോലും, കൈ താങ്ങില്ല പാരിൽ ഏകനായി, തലവരപ്പാത പകുതി ദൂരത്തു തീർന്നേ ഞാൻ, എന്നാലും വിധികളൊന്നൊന്നായി പൊരുതി നീങ്ങുന്നേ. ചേട്ടാ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ഈ ചിത്രത്തിൽ ചേട്ടന്റെ ബ്രദറും ചേട്ടനും കൂടി ഒരു ഹൈ പിച്ച് സോങ് പാടിയിട്ടില്ലേ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഞാനും ചേട്ടനും പാടിയതൊരു ജാലമേ എന്നുള്ള ഒരു സോങ് ഉണ്ട്. ഞാൻ ഒരു 2 വരി അതിൻ്റെ പാടിയിട്ട് ഞാൻ പറയാം. ജാലമേ തിരുവെളിച്ചത്തിൻ നാളമേ വാഴ്ത്തിടുക നിങ്ങൾ, നാദനാം അവൻ കരങ്ങളിൽ സാന്ത്വനം കേഴ്ന്നിടുക നിങ്ങൾ. കൊള്ളായിരുന്നു കേട്ടോ. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് പറയാമോ? അത് ആക്ച്വലി ജാലമേ ചെയ്യുമ്പം ഇത് നമുക്ക് റെക്കോർഡിങ്സിന് ഞാനായിരുന്നു മെയിനായിട്ട് മ്യൂസിക്കിൻ്റെ ഇതിന് ചെയ്തത്. അപ്പം അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതിൽ വലിയൊരു ഇതുണ്ടായിരുന്നത്, മീൻസ് വോക്കൽസ് ഞാനും ചേട്ടനും ഒക്കെയാണ് ചെയ്തത്. പിന്നെ ഒരു ദിവ്യ വോക്കലിസ്റ്റ്. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ അറേഞ്ച്മെൻറ്റിൽ നമുക്ക് വലിയൊരു ഗ്രൂപ്പും ഉണ്ടായിരുന്നു. അപ്പം വലിയൊരു ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സും ഉണ്ടായിരുന്നു. അവർ ആക്ച്വലി എനിക്ക് തോന്നുന്നൊരു 10, 25, 30 പേരോളം വരുമെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. ഒരു ഫുൾ സ്റ്റുഡിയോ നിറഞ്ഞ് നിൽക്കുന്ന അത്രയും ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരിതിൻ്റെ ബാക്കിങ് പാടിയിട്ടുണ്ട്. അപ്പം ഞാനാണ് എല്ലാം അറേഞ്ച് ചെയ്തത്, അവരെല്ലാം റെക്കോർഡ് ചെയ്ത്, ഗ്രൂപ്പും എല്ലാം റെക്കോർഡ് ചെയ്തതും ഒക്കെ. അതൊരു വലിയൊരു ഇതായിരുന്നു. കുറച്ച് ദിവസം എടുത്തു അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇരുന്നൊന്ന് ചെയ്ത് അവർക്കെല്ലാം. അത് ചെയ്ത ഒരു ടീം ലീഡ് ചെയ്തൊരു പുള്ളിയുണ്ട്, ഗാഗുൽ ജോസഫ് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ പുള്ളീനെ ഞാൻ വിളിച്ച് സംസാരിച്ചു. പുള്ളിയൊക്കെയാണ് അതിൻ്റെ ഗ്രൂപ്പിനെയൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പം ഇതൊരു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചേർച്ചിൻ്റെ ഒരു ഇതൊക്കെയാണ് ഇങ്ങനെ സിനിമയിലും ഉള്ളതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ലിറിക്കലി അങ്ങനെയാണ് എഴുതിയത്. അപ്പോൾ നമ്മൾ ഒരു പള്ളിപ്പാട്ടിൻ്റെ അതേ വരികൾ പോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് വിനായക് എഴുതിയത്. അപ്പം അത് കാരണം അങ്ങനെ ഒരു രീതിക്കായിരുന്നു റെക്കോർഡിങ്. ഓക്കെ, മെയിനായിട്ട് എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഫേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. നമുക്ക് ഇങ്ങനെയുള്ള കുറേ പ്രിപ്പറേഷൻസ്, ഇതേപോലെ വലിയൊരു കൊയർ ഗ്രൂപ്പിൻ്റെ കാര്യം പോലെ അങ്ങനത്തെ കുറേ പ്രിപ്പറേഷൻസും അതിൻ്റെ കാര്യങ്ങൾ സ്റ്റുഡിയോയിൽ എല്ലാം എടുക്കുക, എല്ലാം ഓരോ ഭാഗമായിട്ട് കറക്റ്റ് ചെയ്ത് നമുക്കെല്ലാം ചെയ്തെടുക്കണമല്ലോ. അപ്പം ഇവർ ലൈവ് അപ്പോഴും വന്ന് എല്ലാവരും ഗ്രൂപ്പായിട്ട് നിന്ന് പാടുന്നതാണ്. അത് എനിക്ക് തോന്നുന്നു 2 ഗ്രൂപ്പായിട്ട് എടുക്കേണ്ടി വന്നത്. കാരണം സ്റ്റുഡിയോയിൽ അത്രയും സ്പേസ് അവർക്ക് നമുക്ക് നിർത്താൻ പറ്റുന്ന മാക്സിമം നമ്മൾ നിർത്തിയിട്ട് റെക്കോർഡ് ചെയ്ത്. എനിക്ക് തോന്നുന്നു അവിടെ എറണാകുളത്ത് തന്നെയാണ് എല്ലാം ചെയ്തതൊക്കെ, എറണാകുളത്ത് തന്നെയായിരുന്നു. ഞാനപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ എറണാകുളം പനമ്പള്ളി സൈഡിലായിരുന്നെന്ന് തോന്നുന്നു അവിടെ. അപ്പം അതിൻ്റെ കുറേ കാര്യങ്ങളായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു കമ്പോസിങ് സ്റ്റൈലും അതിൻ്റെ അറേഞ്ച്മെൻറ്റും ഒക്കെ നമ്മുടെ ഒരു സാധാരണ ഇതല്ലാതെ കുറച്ചൊരു ഫിലിമി ആൻഡ് ഇതും ആയിട്ടൊരു മിക്സിൽ വരണം. അപ്പം അങ്ങനത്തെ ഒരു രീതിക്ക് ചെയ്തെടുക്കാൻ കുറച്ചൊരു ഇതുണ്ട്. പിന്നെ ഒരു ഓർക്കസ്ട്രൽ സാധനമാണ്, ഓർക്കസ്ട്രൽ മ്യൂസിക് ടൈപ്പാണ്. അപ്പം കൂടുതൽ ഈ പറഞ്ഞ ട്രംപറ്റ്സ്, ഹോൺസ്, മറ്റേത് വയലിൻ സെക്ഷൻസ്, അല്ലെങ്കിൽ ചെല്ലോ, അല്ലെങ്കിൽ പറഞ്ഞ ഗ്രൂപ്പ് കൊയർ വോക്കൽസ്. അപ്പം അതിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റ് ഞാൻ തന്നെയാണ് ഇരുന്ന് ചെയ്തത്. അപ്പം ഇങ്ങനെയുള്ള പല മ്യൂസിക്കൽ കാര്യങ്ങളിലുള്ള ഇത് കാരണം ഫസ്റ്റ് ടൈം ചെയ്യുന്നു ഫിലിമിലേക്ക്. അപ്പം അതും വലിയൊരു ബിഗ് പ്രൊഡക്ഷൻ ടീമാണ്. അപ്പം ഒരുപാട് പേരുണ്ട് ഇൻവോൾവ് ആണ്. ഇവർ എല്ലാവരും നല്ല എല്ലാവർക്കും എല്ലാ തരം ആൾക്കാരും കണ്ടിട്ടുള്ള പരിചയമുള്ള മുഖങ്ങളാണ് അതിനകത്ത് അഭിനയിക്കുന്നത് എല്ലാം. അപ്പം വളരെ ഇങ്ങനത്തെ മ്യൂസിക്കൽ ആൻഡ് ഈ പറഞ്ഞ കൊയർ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട്. എന്നാലും വളരെ സക്സസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ
വന്നു. അതിന് അതങ്ങനെ വന്നതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. ജാക്സൺ വിജയനുമായിട്ടുള്ള സംഗീത വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ ബൈ. നൂല് പോയ 100 പട്ടങ്ങൾ പാറിയോടും വാനമായി മാറി ഞാനിതാ തേങ്ങുന്നുണ്ടേ. കൈ താങ്ങില്ല പാരിൽ ഏകനായി